السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ സുപ്രധാനമായ ഒരു ക്ലാസ്സിലാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ച് നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ സത്യവിശ്വാസികളുടെ നേതാക്കന്മാരും മുൻഗാമികളുമായിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ചരിത്രം മനസ്സിലാക്കുക, അവരുടെ ജീവിത രീതിയെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചും അവരിലൂടെ അള്ളാഹു പ്രകടമാക്കിയിട്ടുള്ള മുഅ്ജിസത്തുകളെ കുറിച്ചുമൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും അറിയുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സിലേക്ക്, ഖസസുൽ അംബിയ എന്ന പേരിട്ടുകൊണ്ട് ഒരു കോഴ്സിലേക്ക് പ്രവേശിക്കുന്നത്. ഞാൻ കൂടുതൽ ആമുഖം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ഈ ഒരു സംസാരത്തിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് എന്നും എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് നടക്കുന്നത് എന്നും എന്തെല്ലാം കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും മറ്റു അതിനോട് ചേർത്ത് വെക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറയാനും നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ അറിഞ്ഞ് അവരെപ്പോലെ നമുക്ക് സാധിക്കൂലെങ്കിലും, അവരുടെ ഒപ്പം നിൽക്കാൻ നമുക്ക് കഴിയൂലെങ്കിലും, അവരുടെ ജീവിതം മനസ്സിലാക്കാനും ചെറിയ രൂപത്തിലെങ്കിലും അവരെപ്പോലെയാവാനുള്ള പരിശ്രമത്തിനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ സാധാരണ ക്ലാസ് എടുക്കാറുള്ളത്, നിങ്ങൾ ഇതിനു മുമ്പ് പങ്കെടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, നമ്മൾ സ്ലൈഡുകൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു പോകുന്ന രൂപമാണ് സ്വീകരിക്കാറുള്ളത്. അപ്പം അതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല. നമ്മൾ ഖസസുൽ അംബിയ, ഇതാണ് നമ്മുടെ ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൻ്റെ പേര് അതാണ്. ഖസസ് എന്ന് പറഞ്ഞാൽ ഖിസ്സകൾ, ചരിത്രങ്ങൾ, കഥകൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അൽ അംബിയ എന്ന് പറഞ്ഞാൽ അംബിയാക്കന്മാർ. അപ്പം അംബിയാക്കന്മാരുടെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കഥകൾ അല്ലെങ്കിൽ അവരുടെ ചരിത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഒന്നാമത്തെ ബാച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ബാച്ചിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ പറയുമ്പോൾ ആരാണ് ഈ ഒരു കോഴ്സ് നടത്തുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ അക്കാദമി എന്നുള്ളതൊക്കെ ചിലർക്കെങ്കിലും അറിയാത്തവരുണ്ടാവാം. ഭൂരിഭാഗം വരുന്ന ആളുകൾ നമ്മുടെ പല ക്ലാസ്സുകളിലും ഉള്ളവരാണ്. ഇനി അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നമ്മുടെ അക്കാദമിയെ ചെറിയ രൂപത്തിലൊന്ന് പരിചയപ്പെടുത്താം. സാദ് എന്നാണ് നമ്മുടെ അക്കാദമിയുടെ പേര്. വിഭവങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. പരലോകത്തേക്കുള്ള ഒരു വിഭവം എന്ന നിലക്കാണ് ആ പേരുള്ളത്. നമ്മുടെ അക്കാദമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ മുതിർന്ന ആളുകൾക്കും കുട്ടികൾക്കൊക്കെയായി ഒരുപാട് കോഴ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്, നടത്തിയതുണ്ട്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതും തുടർന്നു കൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുണ്ട്. അതിലൊന്ന് മുതിർന്നവർക്കുള്ള സനാബിൽ ഉലൂം എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ടുള്ള ഹിഫ്ള് കോഴ്സ് രാവിലെയും വൈകുന്നേരവും ആഴ്ചയിൽ 5 ദിവസം എന്ന നിലക്ക് നടക്കുന്നുണ്ട്. രാവിലെ സുബഹിന് ശേഷം, അതേപോലെ തന്നെ രാത്രി ഇശാഇന് ശേഷം. ഇനി അതല്ല,
ഇൻഡിവിജ്വൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊണ്ടുള്ള ആളുകൾക്കുണ്ട്. നമസ്കാര പഠന കോഴ്സ് എന്നുള്ള നിലക്ക് നമ്മൾ അൽഹംദുലില്ലാ 5 ബാച്ചുകൾ കഴിഞ്ഞു. ഇൻഷാ അള്ളാ റമദാനിന് ശേഷം നമ്മളതിൻ്റെ 6ാമത്തെ ബാച്ച് ഇൻഷാ അള്ളാ പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ ഓരോ വെക്കേഷൻ കാലഘട്ടങ്ങളിലും ചെറിയ കുട്ടികൾക്ക്, ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്നിങ്ങനെ വ്യത്യസ്തമായി ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കാറുമുണ്ട് അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഇസ്ലാമിക് സൈക്കോളജി എന്ന നിലക്ക് നമ്മൾ ഒരുപാട് സൈക്കോളജി ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഒന്നുകിൽ കേവലം ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൗതികമായ കാര്യങ്ങൾ മാത്രമായിരിക്കും പറയാം. വേറെ ചില ആളുകളാകട്ടെ വെറും ഒരു പ്രസംഗം മാത്രം, ഖുറാനും ആയത്തും വെച്ചുകൊണ്ട് ഹദീസ് വെച്ചുകൊണ്ടൊക്കെ ഒരു പ്രസംഗം മാത്രമായിരിക്കും. എന്നാൽ ഇസ്ലാമിൽ പരാമർശിക്കപ്പെട്ടതായ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ സൈക്കോളജിയും അതും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു കോഴ്സാണ് അൽഹംദുലില്ലാ നമ്മൾ അതിൻ്റെ ഒരു ബേസിക് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന എന്ന നിലക്ക് അതിൻ്റെ 2 ബാച്ചുകൾ കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ നാമങ്ങൾ 100-ലധികം 99 നാമങ്ങൾ എന്നുള്ളത് എണ്ണിയിട്ടുണ്ടെങ്കിലും അതിലേറെ നാമങ്ങൾ ഖുർആനിലും ഹദീസിലുമായിട്ട് വന്നത് വെച്ചുകൊണ്ട് നമ്മൾ വിശദീകരിച്ച കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സനാമുൽ ഖുർആൻ, സൂറത്തുൽ ബഖറ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ അൽഹംദുലില്ലാ അതിൻ്റെ 2 ബാച്ചുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ ഈ വരുന്ന മാർച്ച് 1-ാം തീയതി അതിൻ്റെ 3ാമത്തെ ബാച്ചിൻ്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്യും. ഒരുപാട് ആളുകൾ, ഏകദേശം 200-ലധികം ആളുകൾ അതിൽ നിന്ന് സൂറത്തു ബഖറ പഠിക്കുന്ന ആളുകളായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ മദ്രസ എന്ന നിലയ്ക്ക് 1-ാം ക്ലാസ് മുതൽ പിന്നെ അങ്ങോട്ട് മുകളിലേക്കുള്ള മദ്രസ രാവിലെയും വൈകുന്നേരവുമായിട്ട് നമ്മുടെ മദ്രസ നടക്കുന്നുണ്ട്. 100-ലധികം വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാ അതിൽ പഠിക്കുന്നുണ്ട്. അത് രാവിലെ ഒരു 6:40 മുതൽ 8 മണി വരെയും വൈകുന്നേരത്താണെന്നുണ്ടെങ്കിൽ 7 മണി മുതൽ 8:20 വരെയും ആഴ്ചയിൽ 4 ദിവസങ്ങളിലായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അൽഹംദുലില്ലാ. അതിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾക്ക് പുറമെ അവർക്കുള്ള ആക്ടിവിറ്റികളും അതേപോലെ തന്നെ പാരൻസ് ട്രെയിനിങ് എന്നുള്ള നിലയ്ക്ക് പാരൻസിന് പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകളും കുട്ടികൾക്ക് തന്നെ പ്രത്യേകമായിട്ടുള്ള ആക്ടിവിറ്റി ക്ലാസ്സുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അൽഹംദുലില്ലാ. അതിൽ തന്നെ ഇൻഡിവിജ്വൽ എന്ന നിലക്ക് കുട്ടികൾക്ക് അങ്ങനെ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അതും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ള ഹിഫ്ദ് പഠനത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് നമ്മുടെ മദ്രസ TTC എന്നുള്ളത്. അതായത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ TTC കോഴ്സുകൾ ഉണ്ടെങ്കിലും മദ്രസയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മദ്രസയിൽ എങ്ങനെ പഠിപ്പിക്കണം, മദ്രസ അതിലുള്ള കുട്ടികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ഈ വിഷയത്തിൽ അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ അക്കാദമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളത്. ഓരോന്നും വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം പോകും എന്നതുകൊണ്ടാണ് ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് പിന്നീട് അറിയണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഖസസുൽ അംബിയ എന്ന് പറയുന്ന പഠന കോഴ്സാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുൻഗാമികളും നേതാക്കന്മാരും ഒക്കെ ആയിട്ടുള്ള വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള 25 പ്രവാചകന്മാരുടെ ജീവചരിത്രം അത് വളരെ ഹ്രസ്വമായിക്കൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ഒരു പ്രയോഗം അങ്ങനെ പറയാനുള്ള കാരണം ചിലതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുക എന്നുള്ളത്, പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയണമെങ്കിൽ ഒരു പക്ഷേ 1 വർഷത്തോളം എടുത്താലും പിന്നെയും സമയം ആവശ്യമായിരിക്കും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമുണ്ട്. എന്നാൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരുമുണ്ട്. ദുൽകിഫിലിനെ പോലുള്ള, ഇല്യാസ് പ്രവാചകനെ പോലുള്ള, അതുപോലത്തെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം പറഞ്ഞ പ്രവാചകന്മാർ. എന്നാലും ഇവരെ എല്ലാം ഉൾപ്പെടുത്തി ഈ 25 പ്രവാചകന്മാരുടെയും ചരിത്രത്തിൽ വളരെ മാക്സിമം നമുക്ക് പഠിക്കാൻ എത്രത്തോളം ഉണ്ടോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇതിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് എന്തിനിപ്പോൾ ഇത് പഠിക്കണം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഇതിലുള്ളത് എന്ന് ചോദിച്ചാൽ, അതിൽ ഒന്നാമത്തെ കാര്യം ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഇതിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആദം നബി മുതൽ, അതിലിപ്പോൾ നമുക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദം നബി അലൈഹിസ്സലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ആദം നബി അലൈഹിസ്സലാമിൻ്റെ പേര് കേൾക്കാത്തവരാരുമില്ല. എന്നാൽ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഉയരം എത്രയായിരുന്നു? ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഏതൊക്കെ മണ്ണാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? ഏത് സമയത്താണ് സൃഷ്ടിച്ചത്?
ഒരു പക്ഷേ നമ്മളൊക്കെ പിന്നെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായി, പിന്നീട് പ്രസവിക്കപ്പെട്ടു, പിന്നീട് കുട്ടിത്തമായി, കൗമാരമായി, ഇങ്ങനെയായി. എന്നാൽ ആദം നബി അലൈഹി സ്വലാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയാണ്? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ ആദം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പിന്നീട് അവർ ഭൂമിയിലേക്ക് ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിലുണ്ടേനും ആദം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതെല്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതാണ് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു വിഷയം. ഇനി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്രവാചകന്മാരുടെയും ഇപ്പം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ലൂത്ത് നബിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അവർ കുടുംബക്കാരാണ്. എന്താണ് അവരുടെ കുടുംബ ബന്ധം? അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ 2 ഭാര്യമാരെ കുറിച്ച്, 2 മക്കളെ കുറിച്ച് മാത്രമാണ് പരിചയം. എന്നാൽ അതിലേറെ ഭാര്യമാരും അതിലേറെ മക്കളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആരാണ്? അതുപോലെ തന്നെ അവരുടെ മക്കളെ പാരമ്പര്യം പറയുന്ന സമയത്ത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമും ഇബ്രാഹിം നബിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇങ്ങനെ കുറേ ഭാഗങ്ങൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ, ഇങ്ങനെ പലതും നമ്മൾ അറിഞ്ഞതും ഒരുപാട് അറിയാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിക്കൊണ്ടും ഈ ഒരു ക്ലാസ്സിലൂടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെ നമ്മൾ പറയുന്നത്. കേവലം കേട്ട് പഠിച്ചത് കുറച്ചിങ്ങനെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിക്കൊണ്ട് തന്നെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പരമ്പര, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദം നബി അലൈഹി ഇസ്ലാമിന് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പ്രവാചകനായിട്ടുള്ള ഇദ്രീസ് നബിയും ആദം നബിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇദ്രീസ് നബി കഴിഞ്ഞാൽ പിന്നെ വരുന്ന നൂഹ് നബി അലൈഹി ഇസ്ലാം, അവർക്കിടയിൽ വല്ല പ്രവാചകന്മാരുണ്ടായിരുന്നോ? ഷീത്ത് എന്ന് പറയുന്ന പ്രവാചകനെ കുറിച്ച് പറയുന്നു, ആരാണ് അദ്ദേഹം? ഇങ്ങനെ കുറേ ഭാഗങ്ങൾ, അവരുടെ കുടുംബം, അവരുടെ രൂപം, അവരുടെ ഹൈറ്റ്, അവരുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണോ പ്രമാണങ്ങളിൽ വന്നത് അത്രത്തോളം ആ രൂപത്തിൽ വിശദീകരിക്കപ്പെട്ടത്. മുഅ്ജിസത്തുകൾ, അതുപോലെ തന്നെ അവരുടെ പ്രവചനങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് ഭാഗങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട പല ഫോട്ടോസ് ഉണ്ട്. പ്രവാചകന്മാരുടെ ഫോട്ടോസ് എന്തായാലും ഉണ്ടാവില്ല, പക്ഷേ അവർ ഇന്ന ഒരു മലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് കിട്ടാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അതിൻ്റെ ഫോട്ടോസും വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവതരണമാണ് ഈ ഒരു കോഴ്സിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഏതൊരു സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പവർ പോയിന്റ് വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ. പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോട്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണ്ടത് എഴുതിയെടുക്കാനൊക്കെ പറ്റുന്ന രൂപത്തിൽ ഏതൊരാൾക്ക് കണ്ട് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. ഇനി ഖുർആനിൽ പരാമർശിച്ച പ്രവാചകന്മാർ നിർവഹിച്ച പ്രാർത്ഥനകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകൾ പ്രവാചകന്മാരുടേതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളും നമ്മൾ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പ് തിരിച്ചുകൊണ്ട് പഠിപ്പിക്കും. നമ്മളിതിൻ്റെ ഒന്നാമത്തെ ബാച്ചിൽ കൂടുതലായിക്കൊണ്ടും ആ പ്രാർത്ഥനകൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു, കാരണം പ്രത്യേകിച്ച് ആ സമയത്തുള്ള പല തിരക്കുകൾ കാരണത്താൽ. എന്നാൽ ഇത്തവണ കൃത്യമായിക്കൊണ്ട് അതെല്ലാം മുഴുവനാക്കി ആ പ്രാർത്ഥനകളൊക്കെ കൃത്യമായി ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പ്രാർത്ഥനകൾ വെച്ചുകൊണ്ട് അത് മനഃപ്പാഠം പഠിപ്പിക്കുന്ന രൂപമാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇനി ക്ലാസ്സിൻ്റെ രൂപം എങ്ങനെയാണ്, നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇത് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 7 മണിക്ക് യൂട്യൂബ് ലിങ്ക് വഴിയാണ് ക്ലാസ് പോസ്റ്റ് ചെയ്യുക. നമ്മൾ 7 മണി എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ അപ്പോൾ നോമ്പ് തുറൻ്റെ ടൈമല്ലേ, അല്ലെങ്കിൽ തറാവീന് പോകണ്ടേ, ഒക്കെ ശരിയാണ്. നമ്മളൊരു ടൈം വെച്ചു എന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കേൾക്കാം. ഒരു വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്താൽ, ഒരു ക്ലാസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളത് കേട്ടാൽ മതി. 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നിർബന്ധമായിട്ടും കേൾക്കണം. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യും, പ്രൈവറ്റ് മോഡിലേക്ക് മാറ്റും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം ഒരു 10-60 മണിക്കൂർ ഉണ്ടാകും. അതെന്ത് ചെയ്യുക, നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനിടയിൽ 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെയാണ് ക്ലാസ് ഉണ്ടാവുക. അത് നിങ്ങൾ കേട്ട് നോട്ടാക്കുക. ഇനി എന്തിനാണ് നമ്മളിങ്ങനെ യൂട്യൂബിലൂടെ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിന് മുമ്പ് നമ്മളൊന്ന് സൂമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പോൾ പല ആളുകൾക്കും പല തിരക്കുകൾ, ഇപ്പോൾ 7 മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും പ്രശ്നമായിരിക്കും. പകൽ വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രശ്നമായിരിക്കും. അപ്പോൾ അത് ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളാണെങ്കിലും അവർക്ക് സൗകര്യപ്രദമായ സമയത്ത് എന്ത് ചെയ്യാം, അവർക്കത് കാണാം. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തുണ്ടാകും, ഒരു സമയപരിധി ഉണ്ടാകും. 3 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം, അത് കേൾക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പവർ പോയിന്റ് പ്രസൻറ്റേഷനോട് കൂടി തന്നെയായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാകുക.
പിന്നെ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അവർ നിർവഹിച്ചിരുന്ന പ്രാർത്ഥനകൾ, അത് ഓരോന്നുണ്ട്. ഇപ്പോൾ ആദം നബി അലൈഹി സ്വലാം നടത്തിയ പ്രാർത്ഥന ഖുറാനിലുണ്ട്, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയുണ്ട്, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒട്ടേറെ പ്രാർത്ഥനകളുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഇൻഷാ അള്ളാഹ് അതിൻ്റെ ഗ്രൂപ്പുകളിൽ ആരാണോ അതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ആ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ വോയിസും ഇൻഷാ അള്ളാഹ് നമ്മൾ അയക്കും, അതിൻ്റെ അർത്ഥവും പറയും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ച് മനഃപ്പാഠമാക്കുക എന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു കോഴ്സ് അതിൻ്റെ 5 ക്ലാസ്സുകൾ കഴിയുമ്പോൾ, ഓരോ 5 ക്ലാസ്സുകൾ കഴിയുമ്പോഴും ക്ലാസ്സുകൾ ആസ്പദമാക്കിക്കൊണ്ടുള്ള ക്വിസ് മത്സരങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം അതിൻ്റെ അവസാനത്തിൽ 25 ക്ലാസ്സുകളും കഴിഞ്ഞാൽ പിന്നെ ഒരു മെഗാ ക്വിസ് മത്സരം ഉണ്ടാകും. അതിൽ സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കും. കഴിഞ്ഞ തവണ വലിയ ക്യാഷ് പ്രൈസ് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ വലിയ ക്യാഷ് പ്രൈസ് ഇല്ലെങ്കിലും ചെറിയ രൂപത്തിലുള്ള സമ്മാനങ്ങളാണെങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് നിങ്ങളൊരു പ്രചോദനം എന്ന നിലയ്ക്ക് പിന്നെ നിങ്ങളെ ആ ഒരു മത്സരത്തിൽ പങ്കാളികളാക്കുക എന്ന ഉദ്ദേശത്തിൽ ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. അതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 25 ക്ലാസ്സുകളാണ് ഉണ്ടാവുക. 3 മാസം കൊണ്ട് തീർക്കുന്ന രൂപത്തിൽ 25 ക്ലാസ്സുകളാണ് ഈ ഒരു കോഴ്സിൻ്റേതായിട്ട് ഉണ്ടാക്കുക. ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ ഒന്നാമത്തെ ബാച്ചിൽ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ പല ആളുകൾക്കും ഇതൊക്കെ ഉപകാരപ്പെടുമോ ഇല്ലേ എന്നുള്ളത് സംശയങ്ങൾ ഉണ്ടാകും. എങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ബാച്ചിലുള്ള ആളുകൾ ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക. അവരുടെ ഒരവസ്ഥ എന്താണ് എന്നുള്ളത് കൂടി നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണോ വേണ്ടേ എന്ന് എന്ത് ചെയ്യുക, തീരുമാനിക്കുക. അവരുടെ ഒരു അവസ്ഥ വേണമെങ്കിൽ അവർ പങ്കുവെക്കും. ആരെങ്കിലും ഉണ്ടോ ഒന്നാമത്തെ ബാച്ചിൽ നമ്മളിതിൽ പങ്കെടുത്തിരുന്ന ആൾ ആരെങ്കിലും ഉണ്ടോ അതിൽ? ഉണ്ട് ഉസ്താദ്. നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ മറ്റേ ക്ലാസ്സുകൾ? ഉണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ളതൊന്ന് പറഞ്ഞോളി. നബി ചരിത്രം നമുക്ക് അറിയാമെങ്കിലും ഒരു സിൽസില കിട്ടിയത് ഇതിന് കേട്ടതിന് ശേഷമാണ്. സിൽസില എന്നുള്ളത് ചിലപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി പറയാം. അതായത് ഒരു കണ്ടിന്യൂ ആയിട്ട് കിട്ടുക എന്നറിയില്ലേ. ഇപ്പൊ നമ്മൾ കുറെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിൽ ഏതാണ് ആദ്യം, പിന്നെ ഏതാണ്, പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കുറെ നമുക്കറിയാം. പക്ഷെ അതിൽ തന്നെ പല ചരിത്രങ്ങളും എന്ത് ചെയ്യൂല, നമ്മളത് എപ്പോഴാണ്, ആദ്യം ഏതാണ് പിന്നെ ഏതാണ് എന്നുള്ളത് അറിയൂല. ഇതേപോലെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോഴും തന്നെ പിന്നെ ഏതാണ് ആദ്യത്തെ പ്രവാചകൻ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, ഖുറാൻ നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുണ്ടാകുക, മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാകുക. തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, ഖുറാൻ. ശരിക്ക് അതിൻ്റെ ഓർഡർ തെറ്റാണ്. തൗറാത്ത് ഫസ്റ്റ്, പിന്നീട് സബൂർ, പിന്നീട് ഇഞ്ചീൽ, പിന്നീട് ഖുറാൻ, ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ അതറിയണമെങ്കിൽ പിന്നെ മൂസാ നബി അലൈഹി സ്വലാമ കഴിഞ്ഞാൽ പിന്നെ ആരാണ് വന്നത്? മൂസാ നബിയും ഹാറൂൻ നബിയും കഴിഞ്ഞ് പിന്നെ ആര് വന്നു? അതുപോലെ തന്നെ പിന്നെ ദുന്നൂൻ ആരാണ്? അതേപോലെ തന്നെ മൂസാ നബിക്ക് ശേഷം വന്ന പിന്നെ ശമൂവേൽ പ്രവാചകൻ അതാരാണ്? പിന്നീട് വന്ന ഈ താലൂത്ത് ആരാണ്? ജാലൂത്ത് ആരാണ്? അതിലേക്ക് വന്ന ദാവൂദ് നബിയുടെ ചരിത്രം, പിന്നെ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ മകനായിട്ടുള്ള സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം. ഇങ്ങനെ ഓരോന്നും പ്രവാചകന്മാരുടെ ഒരു സിൽസിലുണ്ട്, ഒരു സീരിയൽ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലും ഇതേ കാര്യങ്ങളുണ്ട് ഓരോന്നും. ഇപ്പൊ ബദർ എപ്പോഴാണ് സംഭവിച്ചത്? പിന്നെ ഖൈബർ എന്നാ നടന്നത്? അതുപോലെ തന്നെ മക്ക വിജയം എപ്പോഴാണ് നടന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ എപ്പോഴാണ് നബി വിവാഹം കഴിച്ചത്? ഓരോരുത്തരും എപ്പോഴാണ്? ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാനുണ്ട്, പല ഭാഗങ്ങളും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞോളി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നേരത്തെ പറഞ്ഞ ആളുകൾക്ക് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. കഴിഞ്ഞ ഇതിൽ പങ്കെടുത്ത ആളുകൾ കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ റസിയത്ത രണ്ടത്താണിന്ന്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഖസസുൽ അംബിയാ ക്ലാസ്സിൽ ഒരു പഠിതാവായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ ക്ലാസ്സുകൾ. നല്ല അവതരണമായിരുന്നു. എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഭാഷയിൽ, ലളിതമായ ഭാഷയിൽ, പവർ പോയിന്റോട് കൂടിയും ഫോട്ടോ വീഡിയോ സഹിതമുള്ള ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ 25 അറിയാം എന്നല്ലാതെ അതിന്റെ വ്യക്തമായി ശരിക്കും അവരുടെ പേര് പോലും ഓർഡറിൽ അറിയാമായിരുന്നില്ല. അപ്പൊ അതൊക്കെ പഠിക്കാൻ കഴിഞ്ഞു. അതുപോലെ ഓരോ ക്ലാസ്സുകളും പുതിയ പുതിയ അറിവുകൾ നൽകിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഓരോ ക്ലാസ്സിനും വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. ഇനിയും അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.
അപ്പൊ വീണ്ടും ആ ക്ലാസ് കേൾക്കാൻ വേണ്ടി ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അൽഹംദുലില്ലാ എനിക്ക് ആ ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞു. അള്ളാഹു സ്വീകരിക്കട്ടെ. സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ ആമീൻ ആമീൻ. പ്രാർത്ഥനകൾ കുറെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ഖുർആൻ ഓതുമ്പോഴൊക്കെ ആ പാഠങ്ങൾ, ആ ഉസ്താദ് പറയുന്ന ആ ക്ലാസ്സുകളും ആ കഥകളും ഒക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും. അപ്പൊ നമുക്ക് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓതാൻ കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ആ ഓക്കെ, ഞാൻ കഴിഞ്ഞ തവണ പങ്കെടുത്ത ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം പിന്നെ ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മൈക്ക് ഓഫ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ആർക്കെങ്കിലും മൈക്കോ ഓണാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ മെസ്സേജ് ചെയ്യണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഞാനിന്ന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം പറയാന്നുള്ളതാണ്. നാളെ മുതലാണ് എന്തിനാണ് ഈ ക്ലാസ്, പിന്നെ ഏതൊക്കെ രൂപത്തിലാണെന്നുള്ളതാണ്. അവിടെ കാര്യമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്, ഫീസ് എന്നുള്ളതാണ്. അപ്പോൾ കുറേ ആളുകൾ തെറ്റിദ്ധരിച്ചത് ഓരോ മാസവും ഫീസ് ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ തെറ്റിദ്ധരിച്ച ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ടോട്ടൽ പിന്നെ 3 മാസത്തേക്ക് 25 ക്ലാസ്സുകൾ എന്നുള്ള നിലക്ക് പിന്നെ നമ്മുടെ ടീച്ചർമാർക്ക്, നമ്മുടെ പിന്നെ എന്താണ് ഈ പ്രാർത്ഥന പഠിപ്പിച്ച് ചൊല്ലിക്കൊടുക്കാനുള്ള ടീച്ചർമാർക്കടക്കം എല്ലാത്തിനും കൂടി ആകെ 500 രൂപയാണ് നമ്മൾ ഫീസ് എന്നുള്ള നിലക്കുള്ളത്. അതിപ്പോൾ ഒരു ഫീസ് എന്നുള്ള നിലക്കൊന്നുമല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള നിലക്കും ടീച്ചേഴ്സിന് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള നിലക്കൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ അതാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ബാക്കി നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൽ കാര്യമായ ഇതുകൾ വരും കേട്ടോ. നമ്മൾ അഡ്മിൻ്റെ നമ്പർ ഉണ്ട്. ഇവിടെ പ്രവാസികൾക്ക് സമയം, അതാ ഞാൻ പറഞ്ഞത്, പ്രവാസികൾക്ക് സമയത്തിന് എന്തില്ല, പ്രശ്നമില്ല. എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, പറ്റുന്ന സമയത്ത് കേൾക്കാൻ പറ്റും. ഈ സമയത്ത് എപ്പോഴും ഈ സമയത്തല്ല. ഇന്നത്തെ റെക്കോർഡിങ് കിട്ടും എന്നുള്ളതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് തരും. ഇന്നത്തെ റെക്കോർഡിങ് കിട്ടും ഇൻഷാ അല്ലാഹ്. ഓക്കെ, എന്നാൽ വേറൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അവസാനിപ്പിക്കാം. സമയം വല്ലാതെ ദീർഘിപ്പിക്കണ്ട. സ്ഥിരമായിട്ടുള്ളത് ഓൾറെഡി റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് ഓൾറെഡി നിങ്ങൾക്ക് തരും ഇൻഷാ അല്ലാഹ്. അത് 7 മണി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 5:30 മണിയായിരിക്കും, ചില ആൾക്കാർക്ക് 4:30 മണിയായിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടിയാലും 3 ദിവസം ഉണ്ടാകും. 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടാൽ മതി. അത് 60 മണിക്കൂറുണ്ടല്ലോ, അതിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് കണ്ടാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ഇതിൻ്റെ അഡ്മിൻ ഉണ്ട്, മസ്ന, ഇതിൽ നിങ്ങളെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യോ. അവരാണ് ഇതിൻ്റെ കോർഡിനേറ്റർ, നമ്മുടെ ഖസസുൽ അംബിയായിൻ്റെ. അവർ അതിൻ്റെ ഡീറ്റെയിൽസെല്ലാം അയച്ചു തരും. അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അതിൽ കൊടുത്തിട്ടുണ്ട് 62 38 87 23 51. മെസ്സേജ് ചെയ്താൽ മതി. അതിൽ ഓരെന്ത് ചെയ്യും, ഡീറ്റെയിൽസെല്ലാം അയച്ചു തരും. അതിൽ നോക്കിയാൽ മതി. അത് ഇനി അതിൽ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി ഞാൻ അതിലും കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്പർ 62 38 87 23 51. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളെ, ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, എന്നാൽ നമുക്ക് അവസാനിപ്പിക്കുന്ന, വേറെ ഒന്നും പറയാനില്ലെങ്കിൽ, വേറെ ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിയായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അതിൽ ജോയിൻ ചെയ്യേണ്ട ആൾക്കാർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇൻഷാ അല്ലാഹ് അവരെ ഇന്ന് തന്നെ ആഡ് ചെയ്യും.